കാറുണ്ടെന്ന് വിട്ടിരിക്കുന്നതേ കൂട്ടിക്കൊണ്ടു പോകാനാ. വേഗം. അങ്ങനെ അതും കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഓട്ടോ ഡ്രൈവർ. അങ്ങനെ ഇനി നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്ന സ്ഥലമാണ് താജ്മഹലിന്റെ ബാക്കിലുള്ള വ്യൂ പോയിന്റ്. പോകുന്ന വഴിക്ക് കുറെ വഴിയോര കച്ചവടക്കാരെ കാണാനുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ നമ്മുടെ പാർക്ക് അടച്ചു പോയിരുന്നു. സമയം 5 മണി കഴിഞ്ഞിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് മാത്രം കാണാൻ സാധിക്കുള്ളൂ എന്ന് അവിടുത്തെ ഗാർഡ്സ് എല്ലാവരും പറഞ്ഞു. പോകുന്ന വഴിക്ക് ഇവിടെയും കുറെ കച്ചവടക്കാരെ കാണാനും കുറെ ഹാൻഡ് മെയ്ഡ് ആയ കുറെ സാധനങ്ങൾ ഇവരിവിടെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് കണ്ടതാണ് ഒരു മയിൽ. ഈ മയിൽ തനിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാധാരണ കൂട്ടത്തോടെയാണ് ഇവരെ കാണാൻ സാധിക്കുള്ളൂ. ഇത് തനിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. നേരം വൈകിയെങ്കിൽ കൂടിയിട്ടും ടിക്കറ്റ് എടുക്കുന്നിടത്ത് ഒരു തിരക്കിന് കുറവുമില്ല കേട്ടോ. ടിക്കറ്റ് എടുത്തപ്പോഴാണ് ആ ചതി ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ ഗൂഗിൾ പേ ഒന്നും എടുക്കില്ല, ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. കയ്യിലാണെങ്കിൽ ഒറ്റ നോട്ടുമേ ഉള്ളൂ. കാശ് തേക്കാൻ വേണ്ടി എക്സ്ട്രാ 2 ടിക്കറ്റ് കൂടി എടുക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയപ്പോഴോ ഇതിന്റെ അകത്ത് കാണാൻ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇത് കാണാനായിട്ടും കുറെ പേര് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ആ പാർക്കിനകത്തുള്ള ബ്ലാക്ക് താജ്മഹലിന്റെ ഫൗണ്ടേഷൻ ആണ്. അങ്ങനെ അവിടെ അധികം ഒന്നും കാണാനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് തിരിക്കാനുള്ള പ്ലാൻ ഇട്ടു. കൂട്ടത്തിൽ 2-3 ഫോട്ടോയും എടുത്ത് ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് താജ്മഹൽ ബന്ധായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എല്ലാം ചുറ്റിക്കണ്ടത്. അങ്ങനെ നേരെ പോയി ഭക്ഷണം കഴിച്ച് നാളെ ഞങ്ങൾ താജ്മഹൽ കാണാൻ വരാമെന്ന് പറഞ്ഞ് ഓട്ടോക്കാരനെ പറഞ്ഞയച്ചു. അപ്പൊ ഇതുവരെയും ഫോളോ ചെയ്തില്ലേ? ഫോളോ ചെയ്യും.